ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ അത് രാവിലെ തന്നെ നമ്മൾ നീറ്റ് കിച്ചണിലെത്തിയിട്ടുണ്ട്. കിച്ചണിലെത്തിയപ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ തലേന്ന് മാവ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവ് എന്തായിന്ന് നോക്കി. അപ്പോൾ മാവ് ഇത് നല്ല കുട്ടപ്പനായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ മനസ്സിലെന്തോ വല്ലാത്തൊരു സന്തോഷമാണ്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ വെക്കാനും. കാരണം നമ്മൾ സന്തോഷത്തോടു കൂടി ഒന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ സക്സസ് ആയാൽ നമുക്ക് നല്ല സന്തോഷമല്ലേ. അതുപോലെ എനിക്കും നല്ല സന്തോഷമായിട്ട്. അപ്പോൾ മാവ് രണ്ടാക്കി ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അത്ര മാവൊന്നും ഒരു ദിവസം എന്തായാലും കഴിയില്ല. പിന്നെ അതാ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ സാമ്പാർ നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം രാവിലെ 5:30 സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഇന്നെക്കൊണ്ട് പറ്റാത്ത പരിപാടി കേട്ടോ. അപ്പോൾ നമ്മളത് രാവിലെ അതിലേക്ക് താളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ താളിപ്പ് പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു പുതിയതായിട്ട് തോന്നില്ലേ, ആ രീതി അങ്ങനെ ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ അത് നമ്മളെ സാമ്പാർക്ക് താളിപ്പൊക്കെ പറഞ്ഞ് അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മളപ്പം ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മളപ്പം ചുട്ടെടുക്കുമ്പോൾ ആ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മളത് അപ്പം ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ അപ്പത്തേക്ക് സാമ്പാറായാലും ചമ്മന്തി ആയാലും ഒക്കെ ഇഷ്ടമാട്ടോ. പക്ഷേ ഞാൻ അന്ന് സാമ്പാർ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രിയിൽ സാമ്പാർ വെക്കുമ്പോൾ തന്നെ ഞാൻ കരുതാണ് ഉച്ചക്കും കൂടി അതന്നെ ആവുമല്ലോ എന്ന് വിചാരിച്ചത്. അതേപോലെ ചമ്മന്തിയൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ കറി വേറെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് മക്കളിതാ ഓൺലൈൻ ക്ലാസ് ഇരിക്കുന്നുണ്ട്. വീണ്ടും ചങ്കരം തെങ്ങമ്മയെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പിന്നെ ഓൺലൈൻ ക്ലാസ് അയക്കണം കേട്ടോ. ഓൺലൈൻ ക്ലാസ് പറഞ്ഞത് അത്ര മോശം പരിപാടി ആയതുകൊണ്ടൊന്നല്ല, നമ്മളെ മക്കൾ നല്ല രീതിക്ക് ഇരിക്കണമെങ്കിൽ ഓൺലൈൻ ക്ലാസ് നമുക്ക് അടിപൊളിയാട്ടാ. നമ്മളതാ മക്കൾ ക്ലാസ്സിനൊക്കെ ഇരുന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം രാത്രി ആയപ്പോൾ മക്കൾ പറഞ്ഞ് അമ്മ ഞങ്ങളെ കൂടെ കളിക്കാൻ വായോ എന്ന് എല്ലാ ഫ്രൈഡേയും കളിക്കാൻ വരാൻ പറയട്ടെ. അപ്പോൾ ഈ ഫ്രൈഡേ സാറ്റർഡേ ക്ലാസ് ഇല്ലല്ലോ. അപ്പോൾ ലേറ്റായിട്ട് കിടന്നാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ കളിക്കാൻ വിളിക്കുന്നത്. അപ്പോൾ അത് അയ്മന് പാമ്പും കോണിയും കളിക്കണം പറഞ്ഞ് അങ്ങനെ ഒരു റൗണ്ട് പാമ്പും കോണിയും കളിച്ച് കഴിഞ്ഞപ്പോൾ ആച്ചു പറഞ്ഞ് ആച്ചുവിന് ലുഡോ ആണ് ഇഷ്ടമെന്ന്. അങ്ങനെ അതാ ഞങ്ങൾ ലുഡോ കളിച്ചിട്ടാണ്. ലുഡോ ഒക്കെ കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ആച്ചുവിനെ അവിടെ പൊട്ടിച്ചിട്ടാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ ആച്ചുവിൻ്റെ വായ പൊട്ടി പിടിക്കട്ടെ. അപ്പോൾ പൊട്ടിച്ചപ്പോൾ എൻ്റെ ആച്ചുവിന് ദേഷ്യം വന്നിട്ട് ആച്ചു കളിയിൽ നിന്ന് ഒഴിവായിപ്പോയി. അങ്ങനെ ആച്ചു എസ്കേപ്പായത് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ നമ്മളിതാ കളി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.